friends, welcome to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വേറൊരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഷിയോമി ഇറക്കിയ MI Band 3 എന്ന് പറഞ്ഞുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പുതുതായി 2 ഗസ്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം. ഇതാണ് ഷാഹിൻ, ഇത് അഫ്ഷാൻ. ഇവനക്കിപ്പോൾ പുതുതായി ഒരു ചാനലൊക്കെ ഉണ്ട്, മിസ്റ്റർ ജനക്സ്. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അവൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഗസ്റ്റുകൾ. സപ്പോർട്ട് ചെയ്യാനോട്ടാ ഭാഗത്തിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൻഡ്. ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഇത് ഒരു ഫിറ്റ്നസ് ട്രാക്കർ. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കിട്ടുന്നതാണ്. അതിൽ നമുക്ക് എഴുതി കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു ഫിറ്റ്നസ് ട്രാക്കറും ഒരു റിസ്റ്റ് ബാൻഡും പിന്നെ ഒരു ചാർജിങ് കേബിളും പിന്നെ ഒരു മാനുവലും ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടഡ് ബൈ ഷിയോമി ടെക്നോളജി, അങ്ങനെ കൺസ്യൂമർ കംപ്ലയിൻസ് കോണ്ടാക്ട്, അങ്ങനെ കുറച്ച് സൈറ്റെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം ഇതിൻ്റെ കേസ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബാൻഡാണ്. ഇതാണ് നമ്മുടെ ബാൻഡ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. ബോക്സിൽ അതിൻ്റെ ചാർജിങ് കേബിളാണെന്ന് തോന്നുന്നു. അതെ അതിൻ്റെ ചാർജിങ് കേബിൾ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ. പിന്നെ വരുന്നത് അതിൻ്റെ ഒരു യൂസർ മാനുവലാണ് വരുന്നത്. ഇതിൽ അതങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, ചാർജിങ്, പിന്നെ അത് റിമൂവ് ചെയ്യണത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിനെ ഓണാക്കി നോക്കാം. കിട്ടുമ്പോൾ തന്നെ ഏത് ഡിവൈസ് ഫസ്റ്റ് എന്നായിരിക്കും കാട്ടാം. അപ്പോൾ നമുക്കിതൊന്ന് പെയർ ചെയ്യാം. അപ്പോൾ പെയർ ചെയ്യാനായി നമ്മൾ നമ്മുടെ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ MI ഫിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ എല്ലാം ഈ ആപ്പ് വെച്ചാണ് നമ്മുടെ ബാൻഡെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ആപ്ലിക്കേഷൻ കയറി കഴിഞ്ഞ് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഞാൻ എൻ്റെ വേറെ ബാൻഡുകളെല്ലാം നോക്കുമ്പോൾ ഇപ്പോൾ ഇതിനിപ്പോൾ അതൊരു നീല ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അപ്ഡേഷൻ ആയതുകൊണ്ട് റെഡ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്കിതിന് 2 സെറ്റപ്പാണ് വരുന്നത്, സൈനപ്പും സൈനിനും. അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ വേറെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് സൈൻ ഇൻ ചെയ്യാം. നിങ്ങൾക്ക് വേറെ അക്കൗണ്ട് ഇതിനില്ലെങ്കിൽ സൈനപ്പ് ചെയ്ത് നമ്മൾ വേറെ എക്സ്ട്രാ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ UK ആണ് റിക്കമെൻഡഡ് ലാംഗ്വേജ്, ലൊക്കേഷന്, അതൊക്കെ നെക്സ്റ്റ് അടിച്ച് അത് അഗ്രി അടിച്ച് പോകണം. അപ്പോൾ അതാണ് സൈനപ്പ്. ഇപ്പോൾ എനിക്ക് സൈൻ ഇൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ സൈൻ ഇൻ ചെയ്യാണ്. അപ്പോൾ അത് നമുക്ക് പല മെത്തേഡും ഉണ്ടാവും. MIയുടെ അക്കൗണ്ട് ഉണ്ടാവും, പിന്നെ ഗൂഗിളിൻ്റെ ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും, ഇമെയിൽ ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഫേസ്ബുക്ക് വഴിയാണ് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് എടുക്കുകയാണ്.
ഓക്കെ, ഇപ്പോൾ സൈൻഡ് ഇന്നായി. അപ്പോൾ നമുക്ക് വരുന്നത് ബ്ലൂടൂത്ത് പെർമിഷൻ റിക്വസ്റ്റ്. അത് നമ്മൾ ഏതായാലും ഓൺ ആക്കണം. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ആക്കാം. യെസ് അടിച്ച് അപ്പോൾ അത് താനെ ഓട്ടോമാറ്റിക്കലി ഓണായി കിട്ടും. പിന്നെ ഗ്രാൻഡ് ഗാർഡിയൻസ് ഓഫ് അതൊക്കെ നോട്ട് അടിച്ച് സ്കിപ്പ് ചെയ്യാം. പിന്നെ അതിന് അപ്പോൾ നമുക്കിനി ആ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്നത് ബാൻഡ്, വാച്ച്, സ്കെയില്, സ്മാർട്ട് ഷൂസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുള്ള ഫിറ്റ്നസ് ട്രാക്കറാണ്. അപ്പോൾ ബാൻഡ് നമ്മൾ ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെർച്ചിങ് ഫോർ ബാൻഡ് എന്ന് കാട്ടുന്നുണ്ട്. അപ്പോൾ കീപ് ദ ബാൻഡ് ക്ലോസ് എന്നാണ്. അപ്പോൾ നമ്മുടെ ബാൻഡ് അടുത്തോട്ടായിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എന്തോ ടാപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ ബാൻഡുമ്മ. അപ്പോൾ നമുക്കതൊന്ന് ടാപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിൻ്റെ ടൈമിങ്ങും എല്ലാം നമ്മുടെ ബാൻഡിൽ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഫോൺ ഇതാ കണക്ട് ചെയ്ത് നമുക്കതൊന്ന് ആക്റ്റീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിവൈസ് വിൽ ബി ആക്ടിവേറ്റഡ് MI ബാൻഡ് 3 അങ്ങനെ പറഞ്ഞൊരു ലോഡിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മുടെ ഡിവൈസ് ഇതാ ആക്ടിവേറ്റ് ആയി, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഓക്കെ ബട്ടൺ നമുക്ക് ഓക്കെ റീസ്റ്റോറിങ് ബാൻഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞു വേറൊരു ലോഡിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഇതിൽ കാട്ടുന്നുണ്ട്. അതിനുശേഷം ഇതാണ് നമ്മുടെ ബാൻഡ് സെറ്റിങ്സ്. ഓക്കെ, ഇതിൽ നമുക്ക് നമ്മുടെ നോ സ്ലീപ്പ് ഡാറ്റ, ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷൻ, വെയിറ്റ് ഇതെല്ലാം ഇതിൽ കാട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ലൈഡ് ചെയ്താൽ വാക്കിംഗ് ചെയ്യാം, പിന്നെ റണ്ണിങ്, സൈക്ലിങ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോവാം. പ്രൊഫൈലിൽ പോയാൽ നമ്മുടെ MI ബാൻഡ് 3 2 പ്രാവശ്യം ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം വേറൊരു ബാൻഡ് ലോഗിൻ ചെയ്തിരുന്നു. അപ്പോൾ അത് രണ്ടുമാണ് ഇതിൽ കാട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇപ്പോൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് അതിനെ കിടക്കുന്നുണ്ട്. ബാറ്ററി 78% എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ചെയ്യാനായി കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു അൺലോക്ക് സ്ക്രീനാണ്. നമുക്കത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണായിട്ട് ബാൻഡിന് ഒരു ലോക്ക് സ്ക്രീൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ബാൻഡ് ഇപ്പോൾ ലോക്ക്ഡ് ആണ്. അതൊന്ന് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ ലോക്ക് ഓപ്പൺ ആവുള്ളൂ. അതുപോലത്തെ ഒരു ഫങ്ഷൻ നമുക്ക് ഇതുമുതൽ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് ഇൻകമിങ് കോളാണ്. അത് നമുക്ക് വല്ല കോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാൻഡിൽ അതിൻ്റെ കോളർ IDയും എല്ലാം വരുന്നതാണ്. അപ്പോൾ നമുക്ക് കോൾ കട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ കൂടെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ റിമൈൻഡേഴ്സാണ് വരുന്നത്. വല്ല ഇവൻ്റ് നമുക്ക് റിമൈൻഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ വല്ല കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവൻറ്റിൽ അടിച്ചിടാം. അപ്പോൾ ഇത്ര മണിക്ക് നമുക്ക് ഒരു ബസ് കിട്ടും. ഇങ്ങനെ നമ്മുടെ ഇവൻ്റ് എഴുതി കാട്ടി. അപ്പോൾ പിന്നെ വരുന്നത് അലാറമാണ്. അതിപ്പോൾ ഓഫിലാണ്. നമുക്ക് അലാറം വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു ആഡ് ബട്ടൺ നമുക്കിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ആപ്പ് അലേർട്സ് ആണ്. അത് നമ്മുടെ ആപ്പിൻ്റെ ഇപ്പോൾ വല്ല വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബാൻഡിലേക്ക് കിട്ടാനായി ഈ ഒരു അലേർട്ട് ഓണാക്കിയിടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഒരു കോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോൺ വഴിയാണ്. ഇത് കട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ബട്ടൺ ഓക്കെ. അപ്പോൾ നമ്മുടെ ഫോൺ കട്ടായി. ഇതാണ് നമ്മുടെ കോൾ റിജക്ഷൻ മോഡ്. അപ്പോൾ പിന്നെ ഇത് വരുന്നത് ആപ്പ് അലേർട്സ് ആണ്. അപ്പോൾ പിന്നെ ഐഡൽ അഡേഴ്സ്, പിന്നെ ഫൈൻഡ് ബാൻഡ് ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷൻ, നൈറ്റ് മോഡ് അങ്ങനെ കുറച്ച് ഇതൊക്കെ വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ റിവ്യൂ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബാൻഡ് ലോഗിനൊക്കെ ചെയ്യാനുള്ള ഫങ്ഷൻസാണ് ഇപ്പോൾ കഴിഞ്ഞത്. പിന്നെ അതിനായി കുറേ ഫീച്ചേഴ്സ് അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ചീപ്പസ്റ്റ് ഫിറ്റ്നസ് ട്രാക്കർ നല്ല നോക്കുകയാണെങ്കിൽ MI ബാൻഡാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രിഫറബിൾ. പിന്നെ ഇതിൻ്റെ നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്തോ, ഇത് നമ്മൾ സ്വിച്ച് ഓൺ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ടൈമാണ് കാട്ടുക.
അത് നമ്മുടെ ഫോണിലത്തെ ടൈമാണ് ഇതിൽ കാട്ടുക. പിന്നെ ഇത് സാധാരണ MI ബാൻഡ് 2 നമ്മുടെ ഹോം സ്ക്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്താണ് നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാൻഡ് OLED കാരണം നമുക്ക് സ്വൈപ്പ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് കാട്ടുന്നുണ്ട്, പിന്നെ ഡിസ്റ്റൻസ് കാട്ടുന്നുണ്ട്, പിന്നെ കാൽഷ്യസ് ബേൺഡ് കാട്ടുന്നുണ്ട്, പിന്നെ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജും കാട്ടുന്നുണ്ട്. പിന്നെ അത് നമ്മൾ ബാക്ക് അടിക്കാനായി ഹോം ബട്ടൺ നമുക്ക്, അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഭാഗത്തേക്ക് തന്നെ കിട്ടും. ഇനി ആ മേലേക്ക് വീണ്ടും സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷനാണ്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സെൻസർ. അമ്മൊന്നൊരു പച്ച ലൈറ്റ് കത്തും, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിറ്റക്ഷൻ്റെ സെൻസർ. അത് ഹോൾഡ് ചെയ്ത് പിടിച്ചാലാണ് ഇത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂ. പിന്നെ അതിന് മേലേക്ക് പോയി നമ്മുടെ വെതറാണ്. നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് ശേഷം ഓട്ടോമാറ്റിക്കലി അത് വരുന്നതായിരിക്കും. പിന്നെ പോകുന്നത് ട്രെഡ്മില്. പിന്നെ നമുക്ക് ലെഫ്റ്റോ റൈറ്റോ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് നമ്മുടെ വേറൊരു ആക്ടിവിറ്റി കിട്ടും, എക്സസൈസ്. അപ്പോൾ 2 ആക്ടിവിറ്റി നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ട്രെഡ്മില്ലും എക്സസൈസും എന്ന് പറഞ്ഞ 2 ആക്ടിവിറ്റി നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ വീണ്ടും പോയാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാർ കിട്ടുന്നുണ്ട്. അത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിലത്തെ വല്ല മെസ്സേജ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാൻഡിൽ കിട്ടും. അത് നമ്മൾ ആപ്പ് അലേർട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഒരു ആപ്പ് അലേർട്ട്. ആ ആപ്പ് അലേർട്ട് വഴി നമുക്ക് നോട്ടിഫിക്കേഷൻ ഇതിലായിരിക്കും വരുന്നത്. അതിപ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്വൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഫോണിൽ ഇപ്പം നോട്ടിഫിക്കേഷൻ ഒന്നും വരാത്ത കാരണം സ്വൈപ്പ് ചെയ്താൽ അങ്ങോട്ട് പോകുന്നില്ല. ഇനി നമുക്ക് അടുത്ത ഫങ്ഷൻസിൽ പോകും. മോറാണ്, അതിനേലും കൂടുതലുള്ള ഫങ്ഷനാണിത്. ഇത് നമുക്കിന്ന് റൈറ്റോ ലെഫ്റ്റോ സ്ലൈഡ് ചെയ്യാം. ഇപ്പോൾ റൈറ്റ് സ്ലൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് സ്റ്റോപ്പ് വാച്ച് ആണ്. അപ്പോൾ സ്റ്റോപ്പ് വാച്ചിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായി നമ്മുടെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് വർക്കിംഗ് ആണ്. അപ്പോൾ പോസ് ചെയ്യാനായി നമ്മളെ ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. ഒരു പോസ് ബട്ടൺ കാണും. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായത് വീണ്ടും ഫുൾ ബട്ടൺ അടിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് വാച്ചിൻ്റെ ഫങ്ഷൻ. പിന്നെ വരുന്നത് ഫോൺ സൈലൻറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോൺ സൈലൻറ്റ് ചെയ്യാം. പിന്നെ ഒരു ഫൈൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ വരുന്നുണ്ട്. ഇത് ഭയങ്കര ഉപയോഗമുള്ളൊരു സാധനമാണ്. പക്ഷേ വേറൊരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഫോണായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഫോൺ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൈൻഡ് ബാൻഡ് കണക്ഷൻ നമുക്കിയാൽ നമുക്ക് ഒരു റിംഗ് ടോൺ, നമുക്ക് കറണ്ട് റിംഗ് ടോൺ നമ്മുടെ ഫോണിൽ കേൾക്കും. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചാണ് നമ്മുടെ ഫോണ് കിട്ടുക. അപ്പോൾ അതാണ് നമ്മുടെ ബാൻഡിൻ്റെ സെറ്റിങ്സ് എല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൻഡ്. പിന്നെ ഇതിൻ്റെ ചാർജ്, ഇതിപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഒരു 50 ഒക്കെ ഉണ്ടാവുള്ളൂ ബാറ്ററി പെർസെൻറ്റേജ്. അപ്പോൾ ഇതൊന്ന് ചാർജിങ്ങിനായിട്ട് നമുക്ക് നമ്മുടെ ഇതാണ് നമ്മുടെ കേബിള്. അപ്പോൾ ഇത് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടോ ഇതങ്ങനെ ചാർജ് ചെയ്യാന്നൊക്കെ. അപ്പോൾ ഇത് ചാർജിങ് വളരെ സിമ്പിളാണ്. ഫസ്റ്റായിട്ട് നമ്മുടെ ബാൻഡ് ഒന്ന് അഴിക്കണം. അപ്പോൾ നമ്മളിവിടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് പൊക്കാം. അപ്പോൾ ഇങ്ങനെ ഇതാണ് നമ്മുടെ MI ബാൻഡ്. ഇത് അത് വെറും കൈ കെട്ടാൻ മാത്രമായിട്ടുള്ള സ്ട്രാപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൻഡ്. അപ്പോൾ ഈ ഹോം സ്ക്രീനിൻ്റെ അടിയിൽ തന്നെ ആയിട്ട് ഒരു 2 ഗോൾഡൻ ചിപ്പ് കാണാം. അപ്പോൾ അവിടെയാണ് നമ്മുടെ ചാർജിങ് സ്ലോട്ട്. അപ്പോൾ നമ്മുടെ ബാൻഡ് ഈ 2 ഗോൾഡ് ചിപ്പ് ഇവിടേക്ക് കയറ്റണം. അപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു സാധാരണ നമ്മുടെ ഫോണിനൊക്കെ ചാർജ് ചെയ്യണ നേരത്തെ പിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഇനി വല്ല അഡാപ്റ്ററിലോ അങ്ങനെ കുത്തി നമുക്ക് ചാർജ് ചെയ്യുന്നതായിരുന്നു. ഇത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം. ഇനി നമുക്കിതിൻ്റെ വേറെ ഓവർവ്യൂസ് എല്ലാം നോക്കാം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കമ്പനി അതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതിനൊരു സീരിയൽ നമ്പറൊക്കെ ഉണ്ട്. ഒരു XMSH05HM ഒക്കെ പറഞ്ഞൊരു നമ്പറാണ് ഇതിൻ്റെ കൂടെ കിട്ടുക. ഇതാണ് ഇതിൻ്റെ വെരിഷൻ. അപ്പോൾ നമുക്കിവിടെ ഒരു MIയുടെ ഒരു ക്ലാസി ലുക്കിൻ്റെ ഒരു ചിഹ്നം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി
നമ്മളതിൻ്റെ ഒക്കെ നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് കിട്ടുന്നുണ്ടാവും. പിന്നെ കമ്പനി തരുന്നത് 20 ദിവസത്തെ ബാറ്ററി ലൈഫാണ്. അത് വളരെയേറെ ഗുണപ്രദമാണ്. കാരണം മിക്ക ബാൻഡുകളും നമുക്ക് 20 ദിവസം കിട്ടാറില്ല. കാരണം നമ്മുടെ മിക്ക ബാൻഡുകൾ ഞാൻ ബൈ ചെയ്തിട്ടുള്ളത് നമുക്ക് 20 ദിവസത്തെ കിട്ടാറില്ല. ഇതിപ്പോൾ കമ്പനി തന്നതാണ്. ഇത് വർക്കിംഗ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് പിന്നെ വാട്ടർ പ്രൂഫാണ്. ഓക്കെ, വാട്ടർ പ്രൂഫ് അപ് ടു 50 ആണ് ഇതിൽ കാട്ടുന്നത്. അത് വളരെയേറെ നല്ലൊരു ഓപ്ഷനാണ്. വാട്ടർ പ്രൂഫാണ്. അപ്പോൾ സ്വിമ്മിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നല്ലതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ റിവ്യൂ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വല്ല MI ബാൻഡോ ഫിറ്റ്നസ് ട്രാക്കർ എങ്ങാനും വല്ല ചീപ്പസ്റ്റ് പ്രൈസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെ MI ബാൻഡ് 3 കുറച്ചുകൂടി പ്രിഫറബിൾ ആണ്. അപ്പോൾ അതിൽ കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ചീപ്പ് പ്രൈസിന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ പുതുതായുള്ള അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക. വല്ല എന്തെങ്കിലും ഫീച്ചർ അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പറയാൻ എന്തെങ്കിലും വീക്കാണെങ്കിൽ അതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതാണ് ഞങ്ങൾക്ക് അതിനുള്ള ഓവർകം ചെയ്യാൻ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ.